ഹായ് മക്കളെ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഇലക്ട്രിസിറ്റിയിലാണ് പവർ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ ബ്രെയിൻ ഏകദേശം 20 വാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ LED ബൾബ് ലൈറ്റ് ചെയ്യാനുള്ള അത്രയും പവർ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നമുക്ക് കണക്ട് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ ബ്രെയിനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് വഴിയാണ്. നമ്മൾ ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈവലിക്കും, വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് അല്ലേ? നമ്മൾ കാലിൽ മുള്ളു തട്ടുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വിത്തിൻ സെക്കൻഡ് നമ്മൾ കാല് വേദന അറിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ കാല് വലിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ എല്ലാ തരത്തിലുള്ള റിഫ്ലക്സ് ആക്ഷൻസും റെസ്പോൺസുകളും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വലിയൊരാളാണ്, നമ്മുടെ ബോഡിയിലെ ബ്രെയിൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ബ്രെയിനിനെ പറ്റി കൂടുതലായിട്ടും നമ്മുടെ 10th CBSE ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്, അതായത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്ററിൽ. പക്ഷേ ഇതിൽ കൂടുതൽ നമ്മൾ അറിയാത്ത കുറേ ഫൺ ഫാക്റ്റുകളും ഈ ബ്രെയിനിനെ പറ്റിയിട്ടുണ്ട്. ഇപ്പം മിസ് പറഞ്ഞ കാര്യങ്ങളെ പോലെ തന്നെ അതേപോലെ തന്നെ ബ്രെയിനിൽ പെയിൻ റിസപ്റ്റേഴ്സ് ഇല്ല, നമ്മൾ വേദന അറിയുന്ന ഒരു റിസപ്റ്റേഴ്സ് ബ്രെയിനിൽ ഇല്ല എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് ഇതേപോലെ കുറെ ക്യൂരിയോസിറ്റി നിറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലോടൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലത് നമ്മൾ സിലബസിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ടാകും, പക്ഷെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ അന്വേഷിച്ചിറങ്ങണം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ലോകത്തേക്ക് നമുക്ക് അറിയാനുള്ളതുണ്ട്. അതുമാത്രമല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുമ്പം ഒരു ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പം ഇതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ബേസ് ചെയ്ത് പഠിക്കാനും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ജനറൽ ആയിട്ടുള്ള അവയർനെസ് അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട കുറച്ച് ക്വാളിറ്റീസാണ്. അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരാനാണ് നമ്മൾ ഈ ഒരു ഫാൽക്കൺ ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നിങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന കുറേ ക്യൂരിയോസിറ്റി നിറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ ഫാക്റ്റുകളും കുറേ ട്രിക്കുകളും ഒക്കെ നമ്മുടെ ബാച്ചിലെ ക്ലാസ്സസിൽ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ NCERT അലൈൻഡ് ആയിട്ടുള്ള സിലബസ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നെഗറ്റീവ് മാർക്കിംഗ് പോലത്തെ എക്സാമുകൾ മനസ്സിലാക്കി അതെങ്ങനെ ഇത്ര ടൈം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്ത് കൊണ്ടുവരാം, അതിൻ്റെ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പം ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെയാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് മാത്രമല്ല, നിങ്ങൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സിലബസും കൂടെ അലൈൻ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് ബോർഡ് എക്സാമിന് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും അതിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ ഫാൽക്കൺ ബാച്ചിൽ കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് വഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തിനു നിങ്ങൾ സമയം കളയണം? എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് സൺഡേസിൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. 1 വീക്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കേണ്ട പേർ വീഡിയോസുകൾ ഉണ്ടാകും. പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ നിങ്ങൾക്ക് അതിനോട് അലൈൻ ചെയ്തിട്ടുള്ള വീക്ക് 1 എക്സാമുകൾ ഉണ്ടാകും. അപ്പോൾ എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമുകളുണ്ട്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് കൂട്ടാനും പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ ബാച്ചിൽ ലഭിക്കുന്നത്. ഒട്ടും സമയം കളയേണ്ട. ഓൾറെഡി അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾക്ക് 1,999 rupees മാത്രം ആഡ് ഓൺ ചെയ്താൽ മതി. ബാക്കിയുള്ള കുട്ടികൾക്ക് രണ്ടും കൂടെ ഒന്നിച്ച്, അതായത് നിങ്ങളുടെ അസ്ത്ര ബാച്ചും നമ്മുടെ ഈ പറയുന്ന ഫാൽക്കൺ ബാച്ചും ഒന്നിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഓഫർ പ്രൈസും അവൈലബിൾ ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് തന്നെ യൂസ്ഫുൾ ആക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.